കോൺഗ്രസ് അകത്ത് ഷാഫിനെ വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും. കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും. അതാണ് ഒന്ന്. രണ്ടാമത്, ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ, ഇന്നലെ ഞാൻ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ്, അളിഞ്ഞ കാര്യങ്ങളല്ല. കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരുപാട് വികസന കാര്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഈ കേരളത്തിലെ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. ഇനി വരാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി കേരളത്തെ ഒരുമിച്ച് നിന്ന് എങ്ങനെ ജനങ്ങളുടെ വികസന കാര്യങ്ങളും ക്ഷേമകാര്യങ്ങളും നല്ലതുപോലെ മുന്നേറ്റമുണ്ടാക്കാം, അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് CPM-ൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ളവിടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന ചില അശ്ലീലങ്ങളെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കേരളമാകെ ചർച്ച ചെയ്ത വിഷയമാണ്. ആ വിഷയത്തിൽ നിങ്ങളൊരു അഭിപ്രായം തേടിയപ്പോൾ പാലക്കാട് MLA എന്ന നിലയ്ക്ക് അദ്ദേഹം വന്നു. അതിൽ CPM എന്താണ് സ്വീകരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കാര്യം പറഞ്ഞത് വെറുതെ പറഞ്ഞു പോയി എന്നൊന്നും കണക്കാക്കണ്ട. അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തതയുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ല ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, കോലിട്ടിളക്കാൻ വന്നാൽ നല്ല പ്രയാസമുണ്ടാവും. സെക്രട്ടറി, ഇന്നലെ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിൽ കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യങ്ങൾ പറയുന്നത് പി സൈനും AK ഷാനിവെല്ലാം പറയുന്നത് കേട്ടാണ് ജില്ലാ സെക്രട്ടറിയത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. അത്തരത്തിൽ അവരുടെ വാക്ക് കേട്ട് നടക്കുന്നത് ശരിയല്ല. കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറയണതേ, ഞങ്ങളുടെ ഈ പാർട്ടി പ്രവർത്തനത്തിൽ ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണല്ലോ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ്. ഞങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉപദേശമാണ്. അല്ലാതെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലെ BJP രാഷ്ട്രീയത്തെ പോലെ ഈ നേതാക്കളുടെ പെട്ടി തൂക്കി അവരുടെ എന്തെങ്കിലും വർത്തമാനങ്ങൾ കേട്ട് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നവരല്ല. വ്യക്തതയുണ്ടെങ്കിൽ ഞങ്ങളത് പറയും, ഇല്ലെങ്കിൽ അത് പറയില്ല. അതാണ്. പിന്നെ കാലും വെട്ടും കായും വെട്ടും എന്നൊക്കെ പറയുന്നത് മുദ്രാവാക്യത്തിൻ്റെ ഒരു രസത്തിന് കൂട്ടി പ്രാസം ചേർത്തി പറയുന്ന കാര്യങ്ങളായിരിക്കും. അതിനൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ, എൻ്റെ സംഘടനാ കാലം മുതൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എന്തെല്ലാം നേരിട്ടു എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരൻ്റെ ഈ മുദ്രാവാക്യം കേട്ടിട്ട് സുരേഷ് ബാബു അങ്ങനെ ചൂളിപ്പോകും എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സിലെ എന്നെക്കുറിച്ച് അറിയാത്തവരൊരു മുദ്രാവാക്യം വിളിച്ചതിനെയൊക്കെ ഞാൻ കാര്യമായിട്ടോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല.